ഇപ്പോൾ നിങ്ങളുടെ എക്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻസും കൂടി കാണണം എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതുണ്ട്. ഇപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് എന്ന് പറയുമ്പം വയലൻ്റ് ആയിട്ടുള്ള കണ്ടൻസ്, അതുപോലെ തന്നെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള കണ്ടൻസ്, സീൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ കുറച്ചൊരു ചേഞ്ചസ് ഒക്കെ വരുത്തുക. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കണ്ടൻറ്റ്സ് യു സീ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് ഡിസ്പ്ലേ മീഡിയ ദാറ്റ് മേ കണ്ടെയ്ൻ സെൻസിറ്റീവ് കണ്ടൻറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സെൻസിറ്റീവ് കണ്ടൻസ് കാണുന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കിയിടുക. അപ്പം അതിന് ശേഷം സെൻസിറ്റീവ് കണ്ടൻസ് നിങ്ങളുടെ ഫീൽഡിൽ ചിലപ്പം വന്നേക്കാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെർച്ച് സെറ്റിങ്സ് ആണ്. ഇപ്പോൾ സെർച്ച് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഹൈഡ് സെൻസിറ്റീവ് കണ്ടൻറ്റ്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സെൻസിറ്റീവ് കണ്ടൻസ് പലപ്പോഴും ഹൈഡ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് വേണ്ട, നിങ്ങൾക്ക് എല്ലാ സെൻസിറ്റീവ് കണ്ടൻസും കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫാക്കി വെക്കാവുന്നതാണ്. അതിനുശേഷം സെൻസിറ്റീവ് കണ്ടൻസും കൂടി നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെൻസിറ്റീവ് കണ്ടൻസ് കാണണം എന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.